റീസൺസ് വി സ്ട്രഗിൾ ടു കണക്ട് വിത്ത് ദ സെൽഫ്. നമ്മൾ സെൽഫുമായി ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാടുപെടുന്നതിൻ്റെ ചില കാരണങ്ങൾ. എന്തുകൊണ്ടത് സംഭവിക്കുന്നത്? ചിലർക്ക് സെൽഫായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആകാൻ പറ്റുന്നുണ്ട്, ചിലർക്ക് സമയമെടുക്കുന്നുണ്ട്, ചിലർക്ക് പറ്റുന്നില്ല. ഈ പ്രോസസ്സ് ശരിക്ക് സിമ്പിളാണ്. പക്ഷെ എന്താ പ്രോബ്ലം വെച്ചാൽ ഇറ്റ് ഇസ് ഡീപ്പ് ആൻഡ് സട്ടിൽ. ഇത്രയും കാലം നമ്മൾ ചെയ്ത പ്രവൃത്തികളുമായി വിപരീതമാണ് മനസ്സിൻ്റെ പ്രവൃത്തികളാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം പഠിച്ച രീതി ഉണ്ടല്ലോ, അതേ രീതി വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും ആത്മാവിനെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നത്. അത് കിട്ടില്ല, അതൊരിക്കലും കിട്ടില്ല. അപ്പോൾ ഇത്രയും കാലം നമ്മൾ അന്വേഷിച്ച ഡയറക്ഷനിൽ സെൽഫില്ല, ബാക്കിയെല്ലാം ഉണ്ട്. നമുക്ക് എന്തും കണ്ടെത്താൻ സാധിക്കും, സെൽഫിനെ കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് ദ ഡിസ്റ്റൻസിങ് ഫാക്ടർ. ഡിസ്റ്റൻസിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഞാൻ എന്ന ഐ, അതായത് ഈഗോ, അകന്നു പോയിരിക്കുന്നു. ദ ഈഗോ ദറ്റ് ഐ ആം ഹാസ് മൂവ്ഡ് എവേ ഫ്രം മൈ സെൽഫ് എന്ന് പറയുന്നത് നല്ലത്. ഞാൻ എന്നിൽ നിന്ന് തന്നെ അകന്നിരിക്കുന്നു, ഞാൻ എന്നിൽ നിന്ന് ഡിസ്റ്റൻസ്ഡ് ആയിരിക്കുന്നു. നമ്മൾ അകലം പാലിക്കുകയാണ്. പണ്ട് കൊറോണയൊക്കെ വന്ന സമയത്ത് അകലം പാലിക്കാൻ പറഞ്ഞിരുന്നല്ലോ. സെയിം തിങ് ഇസ് ഹാപ്പനിങ് ഹിയർ. നമ്മൾ ഏതിൽ നിന്നും അകലം പാലിക്കാൻ പാടില്ല, അതിൽ നിന്നും അകലം പാലിക്കുകയാണ്. അതാണ് വിഷയം. അതിൻ്റെ ഒരു കാരണം, നമുക്ക് ഈ സെൽഫിലേക്ക് നോക്കാൻ തക്കതായ കാരണങ്ങളൊന്നുമില്ല. സെൽഫുമായി കണക്ട് ചെയ്യാൻ തക്കതായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് പലരും ട്രൈ ചെയ്യണം. അതൊരു യാന്ത്രികമായിട്ടൊരു ട്രയലാണ്. ഒരു മെക്കാനിക്കൽ പ്രോസസ്സിലൂടെ അങ്ങനെ പോയി നോക്കുകയാണ്. എനിക്കെത്താൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ചിലർ പറയുന്നു അവിടെ എത്തി, ചിലർ പറയുന്നു അവിടെ എത്തിയിട്ടില്ല. ഈ രണ്ട് കൂട്ടർ പറയുന്നതിൽ ആരാ ശരിയൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം നമ്മളിങ്ങനെ ട്രൈ ചെയ്യണം. പിന്നെ അകപ്പാടുള്ളൊരു വിശ്വാസം മഹർഷി പറഞ്ഞത് കാരണം എന്തോ അതിനകത്തുണ്ട് എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ എന്തോ സത്യമുണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. ചിലർക്ക് മൊമെൻ്ററി എക്സ്പീരിയൻസസ് ഉണ്ടാകുന്നുണ്ട്, ഇടയ്ക്കൊന്ന് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു സമയത്തൊരു സുഖമൊക്കെ ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം പെട്ടെന്ന് മറന്നു പോവുക ചെയ്യുന്നത്. ദിസ് ഇസ് വൺ പ്രോബ്ലം. ഈ ഡിസ്റ്റൻസിങ് ഫാക്ടറിൻ്റെ ഒരു കാരണം, ഇറ്റ് ഈസ് ഈസിലി ഫോർഗോട്ടൺ. ദ സെൽഫ് ഈസ് ഈസിലി ഫോർഗോട്ടൺ. പെട്ടെന്ന് നമ്മൾ മറന്നു പോവുകയാണ്. കാരണം നമ്മൾക്ക് ഓർക്കാൻ മറ്റനവധി വിഷയങ്ങളുണ്ട്, ശരിയല്ലേ? അനവധി വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ എപ്പോഴപ്പോൾ സെൽഫിനെ ഓർക്കാൻ പറ്റുകയല്ലേ? ഈ ഡിസ്റ്റൻസ് കൂടാനുള്ളൊരു കാരണം ഇൻഫാച്യുവേഷൻ ഫോർ ദ നോട്ട് സെൽഫ്, അല്ലെങ്കിൽ ഫോർ ദ നോൺ സെൽഫ്. സെൽഫ് അല്ലാത്തതിനോടുള്ള അനുരാഗം, ഇൻഫാച്യുവേഷൻ. നമ്മുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇസ് ഇറ്റ് കണക്റ്റഡ് വിത്ത് ദ സെൽഫ്? അല്ല. they are all connected with the not self. ഞാൻ എന്തല്ല അതിനോട് ഞാൻ ഇൻഫാച്യുവേറ്റഡ് ആണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, എൻ്റെ ഹോബീസ്, എൻ്റെ മറ്റ് ഉത്തരവാദിത്വങ്ങൾ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, അച്ഛൻ, അമ്മ, സൊസൈറ്റി, ഇതെല്ലാം നോട്ട് സെൽഫാണ്. സോ വി ആർ ഇൻഫാച്യുവേറ്റഡ് ബൈ ദ നോട്ട് സെൽഫ്. അപ്പോൾ ഇതൊന്നും വേണ്ടെന്നാണോ പറയുന്നത്? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. പക്ഷേ ഇതെല്ലാം സെൽഫ് ആണ് എന്ന ഒരു അറിവിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാലോ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിക്കു പറഞ്ഞാൽ സെൽഫ് ആണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ സാധിച്ചാൽ പിന്നെ സെൽഫിലേക്ക് മാത്രം പോയാൽ പോരെ? സെൽഫിലേക്ക് മാത്രം പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ സംഗതികളെയും നിങ്ങൾ ആക്സസ് ചെയ്തിരിക്കുന്നു, സോൾവ് ചെയ്തിരിക്കുന്നു. ശരിക്കും സെൽഫിനെ അറിഞ്ഞ വ്യക്തികൾക്ക് ഒന്നിലും ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാം ഈസി ആയിട്ട് പോകും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ നോട്ട് സെൽഫിൻ്റെ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്ത ശേഷം വേണം ഇത് ചെയ്യാൻ. സന്യാസമാണല്ലോ അല്ലേ? വാനപ്രസ്ഥവം കഴിഞ്ഞിട്ട് അവസാനം വരുന്നതാണ്. അപ്പോൾ അവിടേക്ക് എത്തണമെങ്കിൽ ബാക്കിയെല്ലാം കഴിയണ്ടേ? പലരും പറയും റിട്ടയർ ചെയ്യട്ടെ എന്ന്. റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് വളരെ ഡിസ്റ്റൻസ് വീണ്ടും കൂടും. റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിൽ പോകാന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാവും. എത്രയും നേരത്തെ തുടങ്ങാണ് നല്ലത്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് പ്രാക്ടീസിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ.
അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് ചെയ്യാൻ സാധിക്കും. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. നേരത്തെ പറഞ്ഞല്ലോ, കുടുംബ റെസ്പോൺസിബിലിറ്റീസ്, വർക്ക് റെസ്പോൺസിബിലിറ്റീസ്, കുട്ടികൾ, അച്ഛൻ, അമ്മ, സൊസൈറ്റി, ഇതെല്ലാം ചെയ്തോളൂ. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും ധാരാളം സമയമുണ്ട്. ആ സമയം നമ്മളെന്താ ചെയ്യുന്നത് അറിയോ? ചിന്തിക്കുകയാണ്. ശരിയല്ലേ? നമ്മൾ കൂടുതൽ സമയവും ചെയ്യുന്നത് ചിന്തിക്കുകയാണ്. വി ആർ നോട്ട് ഡൂയിങ് മച്ച് ആക്ച്വലി. ജോലി ചെയ്യുമ്പോഴും ചിന്തയാണ് കൂടുതൽ. ഫാമിലി റെസ്പോൺസിബിലിറ്റീസിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും ചിന്തിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യുമ്പോഴും ചിന്ത കൂടെയുണ്ട്. അപ്പോൾ ആ ചിന്തകൾ കുറച്ചൊന്ന് മാറ്റിവെച്ച ശേഷം ആ ചിന്തിക്കുന്ന സമയം നമുക്ക് സെൽഫിലേക്ക് കടക്കാൻ കഴിഞ്ഞാൽ എളുപ്പമായി. ഈ ഇൻഫാച്വേഷൻ കുറച്ച് കുറയും. ഓക്കെ. അപ്പോൾ അതിന് നമുക്ക് ഒരു ഇഷ്ടം വേണം, സെൽഫിനോട് ഇഷ്ടം വേണം. നമുക്ക് കൂടുതൽ താല്പര്യം ചിന്തിക്കാനാണ്. നമ്മുടെ ഒരു തോന്നൽ എന്താ വെച്ചാൽ ചിന്തിച്ചത് കൊണ്ടല്ല കാര്യങ്ങൾ ചെയ്യാവുന്ന. പലരും പറയാറുണ്ട്, ഞാൻ ചിന്തിച്ചതുകൊണ്ടാണല്ലോ കാര്യങ്ങൾ ശരിയാവുന്നത്. ഒട്ടുമല്ല. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മോശമാവുക ചെയ്യുക. ചിന്തിച്ചില്ലെങ്കിൽ വി ക്യാൻ ഡു ഓൾ ദ ടാസ്ക്സ് ബ്യൂട്ടിഫുള്ളി വെൽ. ചില സമയങ്ങളിൽ ചില ചിന്തയൊക്കെ വേണ്ടി വരും. പക്ഷേ കൂടുതൽ സമയവും നമ്മൾ ചിന്തിക്കുന്നത് അനാവശ്യമായ കാര്യങ്ങളാണ്. വേണ്ടതല്ല, വേണ്ടാത്തതാണ്. ചിന്തയാണ് ശരിക്കും നമ്മുടെ മനസ്സമാധാനം കെടുത്തുന്നത്. എന്തിനത്രയും ചിന്തിക്കുന്നത്? അപ്പോൾ ചിന്ത വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കും. ചിന്തകൾ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് മഹർഷി പറഞ്ഞത്. അവിടുന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചൊന്ന് മനസ്സിലാകണമെങ്കിൽ, നമുക്ക് നമ്മുടെ സെൽഫിനെ അറിയണമെങ്കിൽ ചിന്തകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എത്രയോ ചിന്തകളില്ലേ? വി ഈസിലി സ്ലിപ്പ് ഇൻ ടു ദ വേൾഡ് ഓഫ് തോട്ട്സ്. സോ വെൻ എവർ യു സ്ലിപ്പ്, തീരെ ആത്മവിചാരം ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യണം? തൽക്കാലം ആ മനസ്സിനെ ഒന്ന് ശ്രദ്ധിക്കാൻ പഠിക്കുക. കുറച്ച് ദിവസം ആത്മവിചാരം നിർത്തിവെച്ച ശേഷം മനസ്സ് എവിടേക്കൊക്കെയാണ് പോകുന്നത് എന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് നോക്കൂ. കാരണം ഇത് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആത്മവിചാരം പറ്റുക? നമുക്ക് ആദ്യം തുടങ്ങേണ്ടത് ചിന്തകളിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ മനസ്സ് എവിടേക്ക് പോകുന്നു എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ഡൂയിങ് ആത്മവിചാരം. ഓക്കെ. മഹർഷി പറയുന്നു, ദ മൈൻഡ് ഓൾവേസ് സീക്സ് എക്സ്റ്റേണൽ നോളജ്, ലീവിങ് അസൈഡ് ഇറ്റ്സ് ഓൺ ഇന്നർ നോളജ്. മനസ്സ് എപ്പോഴും ആന്തരികമായ അറിവ് ഉപേക്ഷിച്ച് ബാഹ്യമായ അറിവ് തേടുന്നു. എന്തോ ഈ മനസ്സിന് എക്സ്റ്റേണൽ നോളജിനോട് ഭയങ്കര താല്പര്യമാണല്ലേ? സത്യമല്ലേ? ബാഹ്യമായ ജ്ഞാനത്തോട് വല്ലാത്തൊരു ഇൻഫാച്വേഷൻ ഉണ്ട് നമ്മുടെ മനസ്സിന്. അതുകൊണ്ടാണ് നമ്മൾ മീഡിയയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, പത്രങ്ങൾ കൂടുതൽ വായിക്കുന്നത്, പുസ്തകങ്ങൾ കൂടുതൽ പഠിക്കുന്നത്, മറ്റു പീരിയോഡിക്കൽസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നത്, ഡോക്യുമെൻ്ററീസ് കാണുന്നത്, ആളുകളോട് സംസാരിക്കുന്നത്. സംഹൗ വി ഹാവ് എ ഫീലിംഗ് ദറ്റ് നോളജ് ഇസ് ഔട്ട്സൈഡ്. മഹർഷി അതാ പറയുന്നത്, ദ മൈൻഡ് ഓൾവേസ് സീക്സ് എക്സ്റ്റേണൽ നോളജ്, ലീവിങ് അസൈഡ് ഇറ്റ്സ് ഓൺ ഇന്നർ നോളജ്. ആന്തരികമായ അറിവ് ഉപേക്ഷിക്കുകയാണ് മനസ്സ് ചെയ്യുന്നത്. ഒരുപക്ഷേ നമ്മുടെ അപ്ബ്രിങ്ങിങ് കാരണമായിരിക്കും. അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ഇത്രയും കാലം പഠിപ്പിച്ചെന്താണ്? സ്കൂൾ കാലം മുതൽക്ക് സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടുള്ള വഴികളെല്ലാം പുറത്താണ്, എക്സ്റ്റേണൽ നോളജാണ്. സത്യമല്ലേ? അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് നമ്മൾ പഠിച്ചത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സംഗതികളിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നു. അത് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നവർ ഏറ്റവും നന്നായി സക്സസ് കണ്ടെത്തുന്നു. എല്ലാവിധ ബഹുമതികളും ലഭിക്കുന്നു, ട്രോഫികളും ലൈക്സും എല്ലാം കിട്ടുന്നത് എക്സ്റ്റേണൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യുന്നവർക്കാണ്. നിങ്ങൾ ഈ എക്സ്റ്റേണൽ വേൾഡ് ഒഴിവാക്കിയ ശേഷം ഇന്റേണൽ വേൾഡിൽ കണക്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഇതൊന്നും കിട്ടില്ല. ഒന്നും കിട്ടില്ല. കാരണം ആർക്കും അറിയില്ല നിങ്ങൾ എന്താ ചെയ്യുന്നത്. പക്ഷേ ഒന്നും കിട്ടില്ലെങ്കിലും പുറമേ നിന്ന് കിട്ടുന്നതിനേക്കാൾ എത്രയോ വലിയ സംഗതികൾ നിങ്ങൾക്ക് ഉള്ളിൽ നിന്നും കിട്ടിത്തുടങ്ങും. ആ ഇന്നർ നോളജിൽ നിന്നും കിട്ടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, വിലമതിക്കാൻ പറ്റാത്തതാണ്. നമ്മളെന്താ വേണ്ടത്? വി ഹാവ് ടു സ്റ്റാർട്ട് സീക്കിംഗ് ഇന്റേണൽ നോളജ്. അതെവിടെ നിന്നാണ് കിട്ടുക? ഇന്റേണൽ നോളജ് കിട്ടുന്നത് സെൽഫിൽ നിന്നാണ്. വേറെ എവിടെ നിന്നും കിട്ടില്ല. കിട്ടുമോ? ഇല്ല. ആന്തരികമായ അറിവ് തേടി തുടങ്ങണം. ഇതിനാണ് സെൽഫ് നോളജ് എന്ന് പറയുന്നത്. സെൽഫ് നോളജ് ലഭിക്കുന്നത് എവിടെയാണ്? സെൽഫിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. നോട്ട് സെൽഫിൽ നിന്ന് കിട്ടില്ല. നോൺ സെൽഫിൽ നിന്ന് ലഭിക്കാത്ത സംഗതിയാണിത്. മനസ്സിന് പുറമേ നിന്ന് എവിടെ നിന്നും കിട്ടില്ല. ദ മൈൻഡ് മസ്റ്റ് ഗോ ബാക്ക്. എവിടേക്ക്? ഇൻ ടു ദ ഹാർട്ട്. ഹൃദയത്തിലേക്ക് പോകണം. പക്ഷെ പ്രോബ്ലം നമുക്കിത് എങ്ങനെയെന്ന് അറിയില്ല.
മൈൻഡും ഹാർട്ട് എന്നൊക്കെ പറയാം. ഉടനെ ആളുകൾ ഹാർട്ടിൻ്റെ ചിത്രം കണ്ടു, ഹാർട്ടിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി, ചിലപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്യും, അങ്ങനെ പലതും ചെയ്യും. കാരണം ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും അവിടെ എത്താൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സെൽഫ് ഈസ് ദ സോഴ്സ് ഓഫ് കംപ്ലീറ്റ് നോളജ്, ഓൾ നോളജ്. പൂർണ്ണമായ അറിവിൻ്റെ ഉറവിടമാണ് ശരിക്കും സെൽഫ്. ഈ നോളജ് മാത്രം മതി നമുക്ക് അതിമനോഹരമായ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവർക്ക് ഏത് തരം സപ്പോർട്ട് കൊടുക്കാനും ഇത് മാത്രം മതി. ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് എ വെറി ഫ്രീ ലൈഫ് ജീവിക്കാൻ സാധിക്കും. കാരണം നമ്മൾ പ്രത്യേകിച്ചൊന്നും ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പോൾ വെറിക്ക് ഒരു കാരണം നമ്മൾ കാണുന്നില്ല. സോ ദിസ് ഈസ് ദ വേ വി മസ്റ്റ് മൂവ് ഫോർവേഡ്. ഈ സെൽഫ് എന്താണ്? ദൈവമാണ്. സെൽഫ് ഇസ് ഗോഡ്. നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടല്ലേ ഗോഡിനെ കുറിച്ച്. ബട്ട് ഈ സെൽഫ് എന്ന ഗോഡിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് കുറവാണ്. വി ഹാവ് മോർ ഐഡിയ ഓഫ് ഗോഡ്, ദാറ്റ് ഇസ് നോട്ട്. ദൈവമല്ലാത്ത ദൈവത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം, യഥാർത്ഥ ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല. ഇതാണ് സത്യം. മഹർഷി ടോക്സിൽ പറയുന്നു, ദ സെൽഫ് ഇസ് ഗോഡ്. സെൽഫ് എന്ന് പറഞ്ഞാൽ ആത്മാവ് അല്ലേ? ആത്മാവ് ദൈവമാണ്. ഐ ആം ഇസ് ഗോഡ്. ഞാൻ എന്ന് പറഞ്ഞ യഥാർത്ഥ ആ സത്തയുണ്ടല്ലോ, ആ സെൽഫ് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് ഗോഡ്. ഇഫ് ഗോഡ് ബി അപ്പാർട്ട് ഫ്രം ദ സെൽഫ്, ഹി മസ്റ്റ് ബി എ സെൽഫ്ലെസ് ഗോഡ്, വിച്ച് ഇസ് അബ്സേർഡ്. ദൈവം ആത്മാവിൽ നിന്നും വേറിട്ടതാണെങ്കിൽ, ഇഫ് ഗോഡ് ബി അപ്പാർട്ട് ഫ്രം ദ സെൽഫ്, ഹി മസ്റ്റ് ബി എ സെൽഫ്ലെസ് ഗോഡ്, വിച്ച് ഇസ് അബ്സേർഡ്. അവനൊരു സെൽഫില്ലാത്ത ദൈവമാണ്. അത് അസംബന്ധമാണെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സെൽഫിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈശ്വരനെ കണ്ടെത്താൻ സാധിക്കുള്ളൂ, ദൈവത്തെ അറിയാൻ സാധിക്കുള്ളൂ. യഥാർത്ഥ ദൈവം ശരിക്കും പുറത്തല്ല, അകത്താണ് ഉള്ളത് എന്നാണ് മഹർഷി പറയുന്നത്. ടോക്സിൽ വീണ്ടും മഹർഷി പറയുന്നു, ഗോഡ് ഇസ് ഓൾവേസ് ദ ഫസ്റ്റ് പേഴ്സൺ, ദി ഐ, എവർ സ്റ്റാൻഡിങ് ബിഫോർ യു. ദൈവം എപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ്. ദി ഐ, ഞാൻ. എവർ സ്റ്റാൻഡിങ് ബിഫോർ യു, എപ്പോഴും നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. ബിക്കോസ് യു ഗീവ് പ്രിസിഡൻസ് ടു വേൾഡ്ലി തിങ്സ്, ഗോഡ് അപ്പിയേഴ്സ് ടു ഹാവ് റിസീഡഡ് ടു ദ ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾ ലൗകിക കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് കാരണം ദൈവം പിൻവാങ്ങിയതായി തോന്നുന്നു എന്നാണ് പറയുന്നത്. ഇഫ് യു ഗിവ് അപ്പ് ഓൾ എൽസ് ആൻഡ് സീക്ക് ഹിം അലോൺ, ഹി അലോൺ വിൽ റിമെയിൻ ആസ് ദി ഐ, ദ സെൽഫ്. നിങ്ങൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് അവനെ മാത്രം അന്വേഷിച്ചാൽ അവൻ മാത്രം ഞാൻ എന്ന ആത്മാവായി നിലനിൽക്കുമെന്ന് മഹർഷി പറയുന്നു. ഇവിടെ ഗിവപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ബാക്കിയെല്ലാം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് പോകാനൊന്നും പറയുന്നില്ല. ഈ പറയുന്നതെല്ലാം ഇന്റേണൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. നമ്മുടെ മനസ്സ് ഏത് സമയവും പുറമേക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ, നോട്ട് സെൽഫ്ലി പോയിക്കൊണ്ടിരിക്കല്ലേ, ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ പല സംഗതികളെ കുറിച്ചും. അത് ഒഴിവാക്കാനാണ് പറയുന്നത്. യു ഗിവ് അപ്പ് ഓൾ ദാറ്റ്, വാട്ട് എവർ ദ മൈൻഡ് ഇസ് സീക്കിംഗ്. എന്നിട്ട് സീക്ക് ഹിം അലോൺ. ആ ഗോഡ് എവിടെയാ? ഞാൻ തന്നെയല്ലേ. ആ എന്നിലേക്ക് ഒന്ന് തിരിച്ചുവിടാനാണ് പറയുന്നത്. എന്നിലേക്ക് ഞാൻ ഈ മനസ്സിനെ തിരിച്ചു വിടുമ്പോൾ തീർച്ചയായും ആ ഫസ്റ്റ് പേഴ്സണിലേക്ക് മനസ്സിന് പോകാൻ സാധിക്കും. ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കുക, ഞാൻ എന്നെ തന്നെ ഇങ്ങനെ അറിയാം. ഞാൻ എൻ്റെ മനസ്സിനെ പുറത്തോട്ട് തുറന്നു വിടുന്നതിന് പകരം ഉള്ളിലേക്ക് അതിനെ സഞ്ചരിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ ഫസ്റ്റ് പേഴ്സണെ കാണാൻ പറ്റുള്ളൂ. ഈ ഞാൻ എവിടെ നിന്നാണ് ഉണ്ടായത്, ഞാൻ എവിടെ നിന്നാണ് പുറത്തോട്ട് വരുന്നത് എന്നന്വേഷിച്ച് ഞാൻ മനസ്സിനൊന്ന് ബെൻഡ് ചെയ്യണം, തിരിച്ച് ഉള്ളിലേക്ക് തന്നെ പോകാൻ അനുവാദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെൽഫ് എന്താണ് എന്ന് അറിയാൻ സാധിക്കും. ഹൗ ഡു വി കണക്ട് വിത്ത് ഗോഡ്? ഈ സെൽഫ് ഗോഡ് ആണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് ഗോഡുമായി കണക്ട് ചെയ്യാറുള്ളത്? ഓബ്വിയസ്ലി നമ്മൾ എല്ലാവരും കണക്ട് ചെയ്യാറുണ്ട് ഗോഡായിട്ട് അല്ലേ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മൾ വർഷിപ്പ് ചെയ്യാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്, അമ്പലത്തിൽ പോകാറുണ്ട്. വി ഗോ ടു സെവറൽ പ്ലേസസ് ഓഫ് വർഷിപ്പ്. പല പല സ്ഥലങ്ങളിൽ നമ്മൾ പോകാറുണ്ട് അല്ലേ. നമ്മൾ കണ്ണടച്ചിരിക്കാറുണ്ട്, പൂജാ റൂമിന് മുന്നിൽ നമ്മൾ കണ്ണടച്ചിരിക്കാറുണ്ട്, ബൈബിളും ഗീതയും ഖുറാനൊക്കെ വായിക്കാറുണ്ട്. എല്ലാം നമ്മൾ കണക്ട് ചെയ്യാണ് ഗോഡായിട്ട്. പലതരം സ്പിരിച്വൽ ബുക്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പലതരം TV പ്രോഗ്രാമുകൾ, ലെക്ചേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, സോ ദാറ്റ് വി ക്യാൻ കണക്ട് വിത്ത് ഗോഡ്. കൂടുതൽ സമയവും നമ്മൾ ഈശ്വരനെ അന്വേഷിക്കുന്നത് കണ്ണടച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ നോക്കണം, ആ ഈശ്വരൻ ശരിക്കും യഥാർത്ഥ ഈശ്വരൻ ആണോ എന്ന്.
നമ്മൾ റിട്രീറ്റിൽ പഠിച്ചു. എന്താണത്? ദാറ്റ് ഈസ് കോൾഡ് 3P. ഇറ്റ്സ് എ തേർഡ് പേഴ്സൺ മെൻ്റൽ ഒബ്ജക്റ്റ്. നമ്മൾ ഈ അറിയുന്ന ഈശ്വരൻ, ദൈവം ഒരു മെൻ്റൽ ഒബ്ജക്റ്റാണ്. സത്യത്തിൽ ദൈവമല്ല. പക്ഷേ ഓബ്വിയസ്ലി ദൈവത്തിൻ്റെ ചില രീതികളൊക്കെ ഉണ്ട്, ചില ഫോംസ് ഒക്കെ ഉണ്ട്. സെൽഫിൽ നിന്ന് വരുന്ന എല്ലാത്തിനും ഫോംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈഗോ ആയ ഞാൻ എൻ്റെ മനസ്സിൽ ഈശ്വരനെ സങ്കല്പിക്കുമ്പോൾ അത് ഈശ്വരൻ തന്നെയാണ്. പക്ഷേ അതൊരു ഡൈല്യൂട്ടഡ് ഫോം ഓഫ് ഈശ്വരനാണ്, ഗോഡാണ്. നോട്ട് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ട്രൂ, നോട്ട് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഗുഡ്. അതെല്ലാം നമ്മൾ ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷേ യഥാർത്ഥ ഈശ്വരൻ ശരിക്കും എവിടെയാണ് ഉള്ളത്? നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ സെൽഫിലാണ്. ഈ സത്യം നമ്മൾ അറിയണം. ഭഗവത്ഗീതയിൽ 7-ാമത്തെ അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം എന്ന് പറയാം. ജ്ഞാനവിജ്ഞാന യോഗയിൽ 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് 4 തരം ഡിവോട്ടീസ് ആണുള്ളത്. ഡിവോട്ടീസ് ഓഫ് നോബിൾ ഡീഡ്സ് എന്നാണ് പറഞ്ഞുള്ളത് കേട്ടോ. പുണ്യാത്മാക്കളായിട്ടുള്ള ഡിവോട്ടീസ്, ആളുകൾ. അതിൽ ആദ്യത്തെ ടൈപ്പിന് പറയുന്നു ദ ഡിസ്ട്രസ്ഡ് എന്ന്. ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ പലതരം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഡിവോട്ടി. അസുഖങ്ങൾ കാരണം, ശത്രുക്കൾ കാരണം, മറ്റ് പല വിഷയങ്ങൾ കാരണം ദുഃഖം അനുഭവിക്കുന്ന ഡിവോട്ടി എന്ത് ചെയ്യുന്നു? ഈശ്വരനെ ഭജിക്കുന്നു. ദ ഡിസ്ട്രസ്ഡ് എന്നാണ് കുട്ടികൾ പറയുന്നു. ആർത്തഹ എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ തരം ഡിവോട്ടീസാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. കാരണം എല്ലാവർക്കും വിഷമം വരുന്ന സമയത്ത് ആരോടാ പറയുക? ദൈവത്തോടല്ലേ പറയാൻ പറ്റുള്ളൂ. കുട്ടിക്കാലം തന്നെ മുതൽക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ വിഷമം വരുമ്പോൾ തീർച്ചയായും നമ്മൾ ഒരു ഭക്തനായി മാറും, ഭക്തയായി മാറും, ഈശ്വരനുമായി കണക്ട് ചെയ്യും. രണ്ടാമത്തത് പറയുന്നു ദ മെറ്റീരിയൽ ഗെയിൻ സീക്കർ. ഓക്കെ, അതായത് സമ്പത്ത്, മറ്റ് വേൾഡ്ലി പൊസഷൻസ് ഒക്കെ ഇല്ലേ, ഭൗതിക സമ്പത്ത്, പണം എല്ലാം കൊതിക്കുന്ന ഒരു വ്യക്തി അത് ലഭിക്കാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു, ഈശ്വരനുമായി കണക്ട് ചെയ്യുന്നു. ഓക്കെ, അർത്ഥാർത്ഥി എന്ന് പറയുന്നത് അർത്ഥം അർത്ഥിക്കുന്നവൻ, അങ്ങനെയായിട്ട് മാറാണ്. അങ്ങനെയുള്ളവരും കണക്ട് ചെയ്യുന്നുണ്ട്. ഇതും നന്നായിട്ടാണ് പറഞ്ഞത്. നോബിൾ എന്നാണ് പറഞ്ഞു കേട്ടോ. ഡിവോട്ടീസ് ഓഫ് നോബിൾ ഡീഡ്സ് അറ്റ്ലീസ്റ്റ് കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. മൂന്നാമത്തത് നോളജ് സീക്കർ. ഈ പരമമായ സത്യം അറിയാൻ തൽപരരായിട്ടുള്ളവരാണ് നോളജ് സീക്കർ. ജിജ്ഞാസു എന്ന് പറയുന്നത്. അവർക്ക് താല്പര്യമുണ്ട് അറിയാൻ. അപ്പോൾ പല പുസ്തകങ്ങളും പഠിക്കുന്നു, പല ഗ്രന്ഥങ്ങളും വായിക്കുന്നു, അങ്ങനെ അറിവ് നേടുന്നു. അത് മൂന്നാമത്തെ ടൈപ്പാണ്. നാലാമത്തെ ടൈപ്പ് ദ വൈസ് വൺ, ജ്ഞാനി എന്നാണ് ഉപയോഗിച്ചത്. രമണ മഹർഷിയുടെ ക്ലാസ്സിലൂടെ പോകുന്നവർക്ക് ജ്ഞാനി എന്നുള്ളൊരു പദം അറിയാത്തതല്ല, ഏറ്റവും കൂടുതൽ കേട്ടതാണല്ലേ. നമുക്കറിയാം ആരാണ് ജ്ഞാനി എന്ന്. ജ്ഞാനി ഈസ് ദ വൺ ഹു ഇസ് ലിബറേറ്റഡ്. ജ്ഞാനി ഈസ് ദ വൺ ഹു ഹാസ് എക്സ്പീരിയൻസ്ഡ് ദ സെൽഫ്, എക്സ്പീരിയൻസ്ഡ് ഗോഡ്. തൊട്ടടുത്ത ശ്ലോകത്തിൽ പറയുന്നു ഓഫ് ദീസ് ദ വൈസ് വൺ ഹു ഈസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് മീ ത്രൂ പ്യുവർ ഭക്തി ഇസ് ദ ബെസ്റ്റ്. കൃഷ്ണൻ അർജുനനോട് പറയാണ്, ഈ 4 കൂട്ടരിലും വെച്ച് ജ്ഞാനി, അതായത് ദ വൈസ് വൺ, സർവം ബ്രഹ്മം എന്നറിഞ്ഞവൻ, ഹു ഇസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് മീ, എന്നിൽ ചേർന്നിരിക്കുന്നവൻ, ത്രൂ പ്യുവർ ഭക്തി, ഭക്തിയിൽ എന്നിൽ ലയിച്ചിരിക്കുന്നവൻ, ഈസ് ദ ബെസ്റ്റ്. മറ്റു 3 കൂട്ടരേക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറയുന്നത്. മറ്റൊന്നും മോശ എന്ന് പറയുന്നില്ല, അതെല്ലാം വേണം, അതായിക്കോളൂ, ബിക്കോസ് അറ്റ്ലീസ്റ്റ് യു ആർ കണക്റ്റിംഗ്. ബട്ട് കൃഷ്ണൻ പറയാണ്, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സെൽഫാണ്. സെൽഫ് പറയാണ്, ഈഗോനോട് പറയാണ്, എന്നിലേക്ക് നീ എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോൾ നീയാണ് എനിക്ക് ഏറ്റവും ശ്രേഷ്ഠനെന്ന്. ഫോർ ഐ എം വെരി ഡിയർ ടു ഹിം ആൻഡ് ഹീ ഈസ് ഡിയർ ടു മീ. ആ ജ്ഞാനിക്ക് മറ്റെല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ടവൻ ഞാനാണ്, എനിക്കും അങ്ങനെ തന്നെ എന്ന് പറയാണ്. വളരെ ക്ലിയർ ആണ് അവിടെ. അപ്പോൾ ഈ 4 ലെവൽസിൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെ ഭക്തിമാർഗത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാം. ഏതൊരാവശ്യത്തിന് ആക്സസ് ചെയ്താലും റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബട്ട് ഇഫ് യു വോണ്ട് ടു ബി ഡിയർ ടു യുവർ ലോഡ്, ഹൂഎവർ ദാറ്റ് ലോഡ് ഇസ്, ഏറ്റവും നല്ലത് 4-ാമത്തെ ഒരു ലെവലിലേക്ക് വരുന്നതാണ്. ഓൾ റൈറ്റ്. സോ ഹൂ ഈസ് ദ വൈസ് വൺ ആൻഡ് ഹൂ ആർ ദി അതേഴ്സ്? മഹർഷിയുടെ ടീച്ചിങ്സ് വെച്ചിട്ട് നമുക്കതൊന്ന് മാപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ദ ഡിസ്ട്രസ്ഡ്, ഇവിടെ കണ്ടില്ലേ വൈറസാണ് കാണിക്കുന്നത് അല്ലേ, രോഗം കാരണം
മറ്റു പല വിഷമങ്ങൾ കാരണം സഫർ ചെയ്യുന്ന വ്യക്തി, മെറ്റീരിയൽ ഗെയിൻ സീക്കർ, പണവും മറ്റു പല വേൾഡ്ലി പൊസഷൻസും ആഗ്രഹിച്ച് സമ്പത്ത് കൊതിക്കുന്ന ഒരു വ്യക്തി, നോളജ് സീക്കർ, ജിജ്ഞാസു, ആ സത്യം അറിയാൻ വേണ്ടി താല്പര്യമുള്ളവർ. ഈ മൂന്ന് കൂട്ടരും മുകളിൽ കാണിക്കുന്നുണ്ട്. ജ്ഞാനി ആരാണ്? ഹീ ഈസ് ദ സെയിം ഐ ഹു ഈസ് ഗോയിങ് ഇൻ ദ റിവേഴ്സ് വേ. ഈ മൂന്ന് കൂട്ടരേക്കാൾ ശ്രേഷ്ഠൻ ആരാണ്? ജ്ഞാനിയാണ് എന്ന് പറയുന്നു. ജ്ഞാനിയാകണമെങ്കിൽ ആ ഈഗോ ആയ ഞാൻ സെൽഫ് ആയ ഈശ്വരനിലേക്ക്, കൃഷ്ണനായിക്കോട്ടെ, ക്രിസ്തു ആയിക്കോട്ടെ, നിങ്ങൾ ഏത് പേര് വിളിച്ചാലും ഒരു വിഷയമല്ല, അവിടേക്ക് ലയിക്കാൻ സാധിക്കണം. അപ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ഭഗവാൻ. അപ്പോൾ പുറമേയുള്ള ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ ആഗ്രഹം മുന്നോട്ട് വയ്ക്കുമ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ നമുക്ക് മെറ്റീരിയൽ ഗെയിൻ സീക്കർ മാത്രം എടുക്കാം. ആ മെറ്റീരിയൽ ഗെയിൻ സീക്കിംഗ് ഒരു മെക്കാനിസമാണല്ലോ. അപ്പോൾ ഞാൻ ഭജിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഞാൻ ആരോടെ പ്രാർത്ഥിക്കുന്നത് നോക്കണം. ജ്ഞാനമാർഗത്തിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും, ഞാൻ പ്രാർത്ഥിക്കുന്നത് തേർഡ് പേഴ്സൺ മെൻ്റൽ ഇമേജ് ഓഫ് ഗോഡ്. അതിലൂടെ ഐ വോണ്ട് ടു ഗെയിൻ മെറ്റീരിയൽ ബെനിഫിറ്റ്സ്. ഇതാണ് പല ആളുകളും ആവശ്യമുള്ളപ്പോഴാണ് പ്രാർത്ഥിക്കുക. ആവശ്യമുള്ള സമയത്ത് കൂടുതൽ സമയം ക്ഷേത്രങ്ങളിലും മറ്റ് പല പുണ്യസ്ഥലങ്ങളിലും പോകുന്നവരുണ്ട്. എല്ലാം മംഗളമായി കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് മറക്കും. Isn't it? കാരണം ഇതൊരു ബിസിനസ് ഡീലാണ്. നേർച്ചയൊക്കെ ഉണ്ടാവൂലേ, ഇത് കിട്ടിയാൽ ഇത് കിട്ടണം ആദ്യം, എങ്കിലേ അത് തരുള്ളൂ കേട്ടോ. പക്ഷെ ഇത് കിട്ടാൻ വേണ്ടി ഞാൻ ₹1 അവിടെ വെച്ചിട്ടുണ്ടേ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായി പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ഐ ആം നോട്ട് എഗെയിൻസ്റ്റ് എനി ഓഫ് ദീസ് തിങ്സ്, ബട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ജ്ഞാനമാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആക്ട്സ് തന്നെ ഒന്ന് വിശകലനം ചെയ്യണം. ഞാൻ യഥാർത്ഥ ജ്ഞാനിയാണോ, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ജ്ഞാനിയാകാൻ കേപ്പബിൾ ആണോ, ഡു ഐ ഡിസേർവ് എന്ന് അന്വേഷിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. സോ മെറ്റീരിയൽ ഗെയിൻ സീക്കിങ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഏത് സമയവും സെൽഫിനെ സീക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ശരിക്കും ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന് പറയാൻ സാധിക്കുള്ളൂ അല്ലേ? സി, ഗോഡ് ഡസ് നോട്ട് ജഡ്ജ് എനി വൺ. നിങ്ങൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ഈശ്വരനുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹീസ് ഓക്കെ, കണക്ട് ചെയ്യാതിരുന്നാലും ഹീസ് ഓക്കെ. വൈ? ബിക്കോസ് ഗോഡ് ഇസ് യുവർ സെൽഫ്. ഗോഡ് ഇസ് നോട്ട് എ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിയാണെങ്കിൽ അവർ പറയും ആവശ്യമുള്ളപ്പോൾ മാത്രമേ എന്നെ വിളിക്കുന്നുള്ളൂ, ആവശ്യം കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കില്ല. പലരും പറയാറില്ലേ, നമ്മൾ പറയാറില്ലേ പലരെക്കുറിച്ചും, ആവശ്യമുള്ളപ്പോൾ എന്നെ വിളിക്കും, ആവശ്യം കഴിഞ്ഞാൽ അഡ്രസ് ഇല്ല എന്ന് പറയില്ലേ? പക്ഷെ സെൽഫ് അങ്ങനെ പറയില്ല, കാരണം സെൽഫ് നിങ്ങളാണ്. ദിസ് ഇസ് ദി ആക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് വി മസ്റ്റ് ഹാവ്. 7-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ദോസ് ഹൂസ് മൈൻഡ്സ് ആർ ക്യാരിഡ് അവേ ബൈ വേരിയസ് ഡിസയേഴ്സ് വർഷിപ്പ് other deities according to their natures by following the respective rules. പലതരം ആഗ്രഹങ്ങളാൽ മനസ്സ് വശീകരിക്കപ്പെട്ടവർ എന്ത് ചെയ്യുന്നു? അതത് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ സ്വഭാവം അനുസരിച്ച് മറ്റ് ദേവതകളെ ആരാധിക്കുന്നു എന്ന് പറയുന്നത്. അതർ ഡയറ്റീസ്, മറ്റ് ദേവതകളെ. ഇതെല്ലാം 3P ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. കാരണം യഥാർത്ഥ ദൈവം സെൽഫ് ആണെങ്കിൽ ആ സെൽഫ് അല്ലാത്ത മറ്റെല്ലാം മറ്റ് ദേവതകളാണ്, മറ്റ് ദൈവങ്ങളാണ്. അപ്പോൾ ഈ തേർഡ് പേഴ്സൺ ആയിട്ട് ബന്ധപ്പെടുന്ന എല്ലാതരം ഭക്തിയും അതിന് നമ്മൾ അപരാഭക്തി എന്ന് പറയും. അപരാഭക്തി എന്നാണ് വാക്ക് ഉപയോഗിക്കുന്നത്. അപരാഭക്തി മീൻസ് ലോവർ ഡിവോഷൻ. ഇറ്റ് ഈസ് സ്റ്റിൽ ഡിവോഷൻ. സോ യു ആർ ആക്ച്വലി ഡിവോട്ടഡ്. മോശമുള്ള കാര്യമൊന്നുമല്ല. ദർ ആർ മെനി പീപ്പിൾ ഹു ആർ നോട്ട് അറ്റ് ഓൾ ഡിവോട്ടഡ്. അവരെക്കാൾ എത്രയോ മുകളിലാണ് നമ്മളെല്ലാവരും. ബിക്കോസ് നമുക്ക് ഭക്തിയുണ്ട്, മനസ്സിലുള്ള ദൈവത്തോട് നമുക്ക് സ്നേഹമുണ്ട്. അതാണ് അപരാഭക്തി. ഇത് ഡുവലിസ്റ്റിക് ആണ്. ഡുവലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ വേറെയാണ്, ഞാനല്ല. സോ യു സീ ഗോഡ് എസ് സെപ്പറേറ്റ് ഫ്രം യു, എന്നിട്ട് നമ്മൾ വർഷിപ്പ് ചെയ്യാണ്. പക്ഷേ ദ വൈസ് വൺ, ജ്ഞാനിയുടെ അവസ്ഥ എന്താണ്? സെൽഫിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് പരാഭക്തി. ഓക്കെ, ദിസ് ഇസ് നോൺ ഡുവലിസ്റ്റിക്. ഇതാണ് ശരിക്കും അദ്വൈതം.
ഇവിടെ ഒരു പേഴ്സണൽ ഡിവോഷൻ അപ്പുറം യഥാർത്ഥ ഈശ്വരനെ കണ്ടെത്തുമ്പോൾ ആ പേഴ്സൺ ഇല്ലാതെയാവാണ്. പേഴ്സൺ എന്ന് പറഞ്ഞാൽ വൺ വിത്ത് എ ബോഡി ആൻഡ് മൈൻഡ്, ഈഗോ ആണ്. ആ ഈഗോ ഇല്ലാതെയാവുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജ്ഞാനിയാവുകയാണ്. ഈഗോ ഇല്ലാതെയാകുമ്പോൾ, എന്നിലേക്ക് തന്നെ ചേരുമ്പോൾ, ഞാൻ യഥാർത്ഥ ഞാനായി നിലകൊള്ളുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ ഈശ്വരനായി കുറച്ച് സമയമെങ്കിലും. അവിടെയാണ് ശരിക്കും പ്യോർ ലവ്. കാരണം ദർ ഇസ് നോ എക്സ്പെക്റ്റേഷൻ. ഇവിടെ ഞാൻ വേറെ ഒന്നും ആലോചിക്കുന്നില്ല, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഞാൻ കണക്ട് ചെയ്യുന്നത്. ഐ എം കണക്റ്റിംഗ് ബിക്കോസ് ഓഫ് ദ ലവ് ഐ ഹാവ് ഫോർ മൈ സെൽഫ്. എനിക്ക് യഥാർത്ഥ എന്നോടുള്ള ആ ഒരു അനുരാഗം കാരണമാണ് ഞാൻ എന്നിലേക്ക് തന്നെ സഞ്ചരിക്കാൻ മുതിരുന്നത്. പിന്നെ ഞാനൊരു വർഷിപ്പർ അല്ല. ഐ എം നോട്ട് എ വർഷിപ്പർ എനിമോർ, because there is no worshipper and a separate God. The worshipper has merged into the God that you are. നിങ്ങളാകുന്ന യഥാർത്ഥ ഈശ്വരനിലേക്ക് നിങ്ങളായിരുന്ന വർഷിപ്പർ, ഭക്തൻ അല്ലെങ്കിൽ ഭക്ത ലയിച്ചിരിക്കുന്നു. പിന്നെ അവിടെ ദ്വൈതഭാവമില്ല. യു ആർ നോട്ട് സെപ്പറേറ്റ്. പിന്നെ അവിടെ അദ്വൈതം മാത്രമേ ഉള്ളൂ, നിങ്ങൾ മാത്രമേ ഉള്ളൂ. സോ വാട്ട് റിമെയിൻസ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് വൺനെസ്. ഈ അപരാഭക്തിക്ക് സഗുണ ഉപാസന എന്ന് പറയും, പരാഭക്തിക്ക് നിർഗുണ ഉപാസന എന്ന് പറയും. സഗുണ എന്ന് പറഞ്ഞാൽ ഗോഡ് വിത്ത് ഫോം എന്നാണ് അർത്ഥം. സഗുണ, ഗുണങ്ങളോട് കൂടിയ വൻ, സഗുണ ഉപാസന. നിർഗുണ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളില്ലാത്തതെന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഫോം എന്നാണ് അർത്ഥം. ആട്രിബ്യൂട്ട്ലെസ് എന്നർത്ഥം, വിത്തൗട്ട് എനി ആട്രിബ്യൂട്ട്. ഓക്കെ, സോ അപരാഭക്തി എന്ന് പറയുമ്പോൾ സഗുണ ഉപാസനയാണ്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് അന്യഭക്തി. ഡിവോഷൻ ടു ഗോഡ് എക്സ്റ്റേണൽ ടു യു. ഡിവോഷൻ ടു ഗോഡ് എക്സ്റ്റേണൽ ടു വൺ സെൽഫ് ഇസ് സഗുണ ഉപാസന, അന്യഭക്തി. ഇവിടെ നിർഗുണ ഉപാസന വരുമ്പോൾ അനന്യഭക്തി എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് ഡിവോഷൻ ടു ഗോഡ് നോട്ട് എക്സ്റ്റേണൽ ടു വൺ സെൽഫ്. ഡിവോഷൻ ടു ഗോഡ് നോട്ട് എക്സ്റ്റേണൽ ടു യുവർ സെൽഫ്. അതാണ്. സാധാരണഗതിയിൽ നിർഗുണ ഉപാസനയിലേക്ക് എത്താൻ ആർക്കും അങ്ങനെ പറ്റില്ല. കാരണം ഇതെന്താണെന്ന് തന്നെ അറിയില്ല. അപ്പോൾ നിർഗുണ ഉപാസനയിലേക്ക് എത്താനുള്ള നല്ല മാർഗമാണ് സഗുണ ഉപാസന. അതുകൊണ്ടാണ് ഗീതയിൽ മറ്റു 3 കൂട്ടർക്കും നോബിൾ എന്ന് പറയാൻ കാരണം. അറ്റ്ലീസ്റ്റ് അവർക്ക് ഈ പരാഭക്തിയിലേക്ക്, നിർഗുണ ഉപാസനയിലേക്ക്, അനന്യഭക്തിയിലേക്ക് എത്താൻ സാധിക്കും. നിർഗുണ ഉപാസനയിൽ എത്തണമെങ്കിൽ പീപ്പിൾ മസ്റ്റ് ബി റൈപ്പ് ഇനഫ്. പഴുത്ത പഴം കൃത്യമായിട്ട് വീഴുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ്. ചില കൂട്ടർ മഹർഷിയെ നേരിട്ട് കാണുന്ന സമയത്ത് തന്നെ സമാധിയിലേക്ക് പോയവരുണ്ട്. ചില കൂട്ടർ വർഷങ്ങളോളം അവിടെ താമസിച്ചിട്ടും എവിടെ എത്തിയിട്ടില്ല. മഹർഷിയല്ല ചെയ്യുന്നത്. വി മസ്റ്റ് ബി റൈപ്പ് ഇനഫ്. ഇഫ് വി ആർ റൈപ്പ് ഇനഫ്, ഇറ്റ് വിൽ ഹാപ്പൻ. ഇത് റൈപ്പാകാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ആത്മവിചാരം. അതുവരെ കോൺസ്റ്റന്റ് റിമംബ്രൻസ് ഓഫ് ഗോഡ് ഇസ് ഗുഡ് ഇനഫ്. ആ ഒരു കണക്ഷനിലൂടെ നമുക്ക് ഇവിടേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ആ കോൺസ്റ്റന്റ് റിമംബ്രൻസ് ഓഫ് ഗോഡ് ദാറ്റ് ഇസ് എക്സ്റ്റേണൽ ടു യു, അത് ഒരുതരം മെഡിറ്റേഷൻ ആയിട്ട് വരും, ഒരു വൺ പോയിന്റഡ് ഫോക്കസ് ആയിട്ട് വരും. അപ്പം മനസ്സ് ഏകാഗ്രതയോടെ നമുക്ക് ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ഭഗവത്ഗീതയിൽ 9ാമത്തെ ചാപ്റ്റർ ഉണ്ട്. ടു ദോസ് ഹു വർഷിപ്പ് മീ അലോൺ തിങ്കിങ് ഓഫ് നോ അതർ ഐ സെക്യൂർ ഫോർ ദം വാട്ട് ദേ ലാക്ക് ആൻഡ് പ്രിസർവ് ഫോർ ദം വാട്ട് ദേ ഓൾറെഡി ഹാവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശ്ലോകം. അതായത് ടു ദോസ് ഹു വർഷിപ്പ് മീ അലോൺ തിങ്കിങ് ഓഫ് നോ അതർ, മറ്റേ ആരെക്കുറിച്ചും ചിന്തിക്കാതെ എന്നെ മാത്രം ആരാധിക്കുന്നവർക്ക് ഐ സെക്യൂർ ഫോർ ദം വാട്ട് ദേ ലാക്ക്. അവർക്ക് ഇല്ലാത്തത് ഞാൻ ഉറപ്പുവരുത്തുന്നു, അവർക്ക് ഇല്ലാത്തത് ഞാൻ നേടിക്കൊടുക്കുന്നു. ആൻഡ് പ്രിസർവ് ഫോർ ദം വാട്ട് ദേ ഓൾറെഡി ഹാവ്. അവർക്കുള്ളത് ഞാൻ സംരക്ഷിക്കുന്നു. അതാണ് യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞത്. യോഗം എന്ന് പറഞ്ഞാൽ കിട്ടാത്ത വസ്തുക്കളുടെ ലാഭം. കിട്ടാത്ത വസ്തുക്കളുടെ ലാഭം നമുക്ക് ഉറപ്പുവരുത്തുകയാണ്. ആര്? നമ്മുടെ സെൽഫ്. ടു ദോസ് ഹു വർഷിപ്പ് മീ. മീ എന്ന് പറഞ്ഞാൽ സെൽഫാണ് പറയുന്നത്. സെൽഫ് നിങ്ങളാകുന്ന ഈഗോനോട് പറയാണ്, നീ എന്നെ വർഷിപ്പ് ചെയ്താൽ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും, ഐ വിൽ സെക്യൂർ ഫോർ യു വാട്ട് യു ലാക്ക്.
നിങ്ങൾക്കില്ലാത്തത് ഞാൻ ഉണ്ടാക്കി തരും, ആ ഉറപ്പ് ഞാൻ തരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഐ പ്രിസർവ് ഫോർ യു വാട്ട് യു ഓൾറെഡി ഹാവ്. നിങ്ങൾക്കുള്ളത് ഞാൻ സംരക്ഷിക്കും. കിട്ടിയ വസ്തുക്കളുടെ രക്ഷയാണ് ക്ഷേമം എന്ന് പറയുന്നത്, യോഗക്ഷേമം. അപ്പോൾ ഇത് രണ്ടും അവിടെ വന്നു. വിച്ച് മീൻസ് ഈ സെൽഫ് എൻക്വയറി പ്രാക്ടീസിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. യു വിൽ ബി ടേക്കൺ കെയർ ഓഫ്. ഗീതയിലേ പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായ പ്രാക്ടീസിലൂടെ നമുക്ക് അവിടെ എത്താൻ സാധിക്കണം. നിങ്ങൾക്ക് ഇല്ലാത്തത് നിങ്ങൾക്ക് വന്നു ചേരും, നിങ്ങൾക്ക് വേണ്ടത് സംരക്ഷിക്കപ്പെടും. ഉള്ളതു നർപ്പതൂല് മഹർഷി പറയുന്നു, സീയിങ് ഗോഡ് വിതൗട്ട് സീയിങ് വൺ സെൽഫ് ഇസ് സീയിങ് എ മെന്റൽ വിഷൻ. So only one who has seen oneself, the origin of one's ego, is one who has seen God, because oneself is not other than God. മനസ്സിലായി കാണും അല്ലേ? സ്വയം കാണാതെ, നമ്മൾ തന്നെ കാണാതെ ദൈവത്തെ കാണുന്നത് ഒരു മാനസിക ദർശനമാണ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ മെന്റൽ വിഷൻ. അതുകൊണ്ട് സ്വയം കണ്ട ഒരാൾ മാത്രമേ ദൈവത്തെ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് സെൽഫ് എൻക്വയറി പ്രാക്ടീസിലൂടെ ആ സെൽഫുമായി ലയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ട്. അല്ലാത്തവരൊക്കെ എന്താ ചെയ്യുന്നത്? ദേ ആർ ഓൺലി സീയിങ് എ മെന്റൽ വിഷൻ. മാനസിക ദർശനം മാത്രമാണ്. മനസ്സ് തന്നെ ദൈവത്തിൻ്റെ ഫോം എടുക്കുകയാണ്. നമ്മുടെ മനസ്സിൽ പല പല ഫോംസും വരുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു ഫോമും വന്നു. നമ്മൾ കണക്ട് ചെയ്യണം. എങ്കിലും അതിന് എഫക്റ്റ് ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ യഥാർത്ഥ ദർശനം എന്താണ്? വെൻ യു കണക്ട് വിത്ത് യുവർ സെൽഫ്. എവിടെ നിന്നാണ് വരുന്നത് നോക്കണം. ഈഗോൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഒറിജിൻ ഓഫ് വൺസ് ഈഗോ. അതിൻ്റെ പിറപ്പിടം എവിടെയാണ്? ബർത്ത് പ്ലേസ് എവിടെയാണ്? നിങ്ങളോട് നിങ്ങളുടെ ബർത്ത് പ്ലേസ് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ശരീരം എവിടെയാണ് ജനിച്ചത് നിങ്ങൾ പറയൂ അല്ലേ? കൊച്ചിയിൽ ജനിച്ചു, ട്രിവാൻഡ്രത്ത് ജനിച്ചു, അല്ലെങ്കിൽ ബാംഗ്ലൂർ ജനിച്ചു, ഡൽഹിയിൽ ജനിച്ചു. അത് നിങ്ങളുടെ ശരീരമാണ്. ഈ ശരീരം എൻ്റേതാണ്, ഞാൻ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി അവിടെ ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ദ ഈഗോ. അതെവിടെ നിന്നാണ് ജനിച്ചത്? അത് ജനിച്ചത് സെൽഫിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ ഈഗോൻ്റെ ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ പിറപ്പിടം എന്ന് പറയുന്നത് സെൽഫ് മാത്രമാണ്. വൺ സെൽഫ് ഇസ് നോട്ട് അതർ ദാൻ ഗോഡ്. ഞാൻ മറ്റൊന്നുമല്ല, ഞാൻ ദൈവമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രോസസ്സ് ഇത് തന്നെ. തിരിച്ച് നമുക്ക് സെൽഫിലേക്ക് പോകാനുള്ള പ്രോസസ്സ്. ചിന്തകൾ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ രീതിയിൽ ചിന്തകൾ ആർക്കാണ് ഉണ്ടാകുന്നത് എന്ന് ശ്രദ്ധിക്കുക. മനസ്സിലൂടെ ചർച്ച ചെയ്യരുത്, മനസ്സിലൊന്നും ചെയ്യരുത്, ശ്രദ്ധിച്ചാൽ മാത്രം മതി. പക്ഷേ അന്വേഷിക്കണം. അന്വേഷിച്ചുകൊണ്ട് ആ ഞാൻ ആരാണ് എന്നുള്ളിലേക്ക് തിരിഞ്ഞ് നോക്കണം. ആ ഞാൻ എവിടെ നിന്ന് ഉത്ഭവിച്ചു, എവിടെ നിന്ന് വന്നു എന്ന് നോക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെൽഫുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. കാരണം എത്രത്തോളം നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങളുടെ യഥാർത്ഥ സെൽഫുമായി കണക്ട് ചെയ്യാൻ, അതിനേക്കാൾ 1000 മടങ്ങ് താല്പര്യമുണ്ട് നിങ്ങളുടെ സെൽഫിന് നിങ്ങളെ അതിലേക്ക് ലയിപ്പിക്കാൻ. ഇത് മനസ്സിലാക്കണം. God wants you to be with him. Are you ready is the question. അതിന് പുറമേയുള്ള വസ്തുക്കളോടും മറ്റുള്ള സംഗതികളോടുള്ള ഇൻഫാച്വേഷൻ കുറച്ച് കുറയ്ക്കണം. മാനസിക വൃത്തി കുറയ്ക്കണം. തലയിൽ നിന്നും ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ കഴിയണം. യഥാർത്ഥ ഈശ്വരൻ്റെ ദർശനം എനിക്ക് വേണം എന്ന ലവ്, ഡിവോഷൻ, ഇൻഫാച്വേഷൻ മസ്റ്റ് ബി ദെയർ. അങ്ങനെ വരുമ്പോൾ ഇത് സംഭവിക്കും. ഒരു നല്ല ഡിവോട്ടി ആകാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. മറ്റൊന്നും ആഗ്രഹിക്കാതെ, ജസ്റ്റ് ടു മേക്ക് ഷുവർ ദറ്റ് യുവർ ലൈഫ് ഇസ് സെക്യൂർഡ്. കാരണം വരുന്നതെല്ലാം പോവും, ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ നമുക്കൊന്ന് മാത്രമേ ഉള്ളൂ. ദ സെൽഫ് ദറ്റ് ഐ ആം ഈസ് ദെയർ ആസ് എ വിറ്റ്നസ്. എപ്പോഴും ഉണ്ട്. ഉറക്കത്തിലുണ്ട്, സ്വപ്നത്തിലുമുണ്ട്, ജാഗ്രതയിലുമുണ്ട്. ഈ ശരീരം ജനിക്കുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു. ഈ ശരീരത്തിനൊരു കാലാവധിയുണ്ട്, അത് കഴിഞ്ഞു പോയാലും ഉണ്ടാകും.
ആ വിറ്റ്നസ്, ആ സാക്ഷി എവിടെയും പോവില്ല. അപ്പോൾ ആ സാക്ഷിയെ, ആ വിറ്റ്നസിനെ, ആ ഈശ്വരനെ എനിക്കറിയണം എന്ന ഒരു ജിജ്ഞാസ വളരെ ഷാർപ്പായിരിക്കണം. അതാണ് യഥാർത്ഥ ഡിവോഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വഴി തെളിയും. മനസ്സുകൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല അവിടെ. ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നടക്കില്ല. ഈ പറയുന്നവനാണ് ശത്രു, ഈ പറയുന്നവളാണ് ശത്രു. മറ്റുള്ള മൈൻഡ് റിലേറ്റഡ് ടെക്നിക്സ് ഒന്നും ഉപയോഗിച്ച് നമുക്ക് സെൽഫിനെ അറിയാൻ സാധിക്കില്ല. അതാണ് ഇവിടെ ഹ്യൂമിലിറ്റിയാണ് വേണ്ടത്, ഇവിടെ സറണ്ടറിൻ്റെ ഭാവമാണ് വേണ്ടത്, ഇവിടെ തീവ്രമായ ഭക്തിയാണ് വേണ്ടത്. ഇത് മൂന്നും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സെൽഫായി മാറി. നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ഇന്ന് കേട്ട പാഠം അനുസരിച്ച് മനസ്സിനെ തന്നിലേക്ക് തിരിച്ചു പിടിക്കുക. ഞാൻ ആര് എന്ന അന്വേഷണം മുഖ്യമാണ്. നിങ്ങൾ ഒരു ജ്ഞാനിയാകുന്നത് പുറമേയുള്ള കാര്യങ്ങൾ, എക്സ്റ്റേണൽ നോളജ് ഉണ്ടാകുമ്പോഴല്ല, ആന്തരികമായ ജ്ഞാനം, ഇന്നർ നോളജ് ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് അറിയാവുന്നതെല്ലാം മാറ്റിവെച്ചേ പറ്റൂ. ഇവിടെ ഒന്നും നമുക്ക് നമ്മുടെ ഉപയോഗത്തിൽ വരില്ല. പഠിച്ച പാഠങ്ങളും വായിച്ച പുസ്തകങ്ങളും എല്ലാം മാറ്റിവെച്ച ശേഷം ഞാൻ ആര് എന്നറിയാനുള്ള താല്പര്യത്തോടു കൂടി ഇരിക്കണം. ഇവിടെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഇരുന്നാൽ മാത്രം മതി. Because I know I am. I am this, I am that എന്ന് പറയുന്നതിന് മുമ്പ് I am ഉണ്ട്. The I am shines before everything else. ഞാൻ ഇതാണ് എന്ന് പറയണമെങ്കിൽ കൂടി I am-ന്റെ ഷൈനിങ് വേണം. ആ ഞാൻ ആര് എന്നന്വേഷിക്കുമ്പോൾ തേർഡ് പേഴ്സൺ മെന്റൽ ഓബ്ജക്ട്സിൽ നിന്നും പൂർണ്ണമായും പിന്തിരിയണം. മനസ്സിൽ കാണുന്നതെല്ലാം മനസ്സിൻ്റെ മായ സൃഷ്ടികളാണ്, ഞാനല്ല. Turn your attention inward. മഹർഷി പറഞ്ഞിട്ടുണ്ട്, the self is God, I am is God. ആത്മാവ് ദൈവമാണ്,
യഥാർത്ഥ ഞാൻ ആത്മാവായത് കാരണം ഞാൻ എന്നത് ദൈവമാണ്. God is always the first person, the I, ever standing before you. ദൈവം എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ്, ഫസ്റ്റ് പേഴ്സണാണ്. നമ്മൾ ലൗകിക കാര്യങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ ദൈവം പിന്നിലേക്ക് പിൻവാങ്ങിയതായി തോന്നുന്നു. But God is still there. If you give up all else and seek Him alone, He alone will remain as the I, the self. നിങ്ങൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് സെൽഫിനെ മാത്രം അന്വേഷിച്ചാൽ ആ സെൽഫ് മാത്രം ഞാൻ എന്ന ആത്മാവായി നിലനിൽക്കും. നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കണം ഏത് തരം ഡിവോട്ടിയാണ് നമ്മൾ എന്ന്. ദ ഡിസ്ട്രസ്ഡ് എന്ന കാറ്റഗറിയിൽ പെടുമോ? വിഷമങ്ങൾ വരുമ്പോൾ, അസുഖം വരുമ്പോൾ, മറ്റാവശ്യങ്ങൾ വരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവൾ, മെറ്റീരിയൽ ഗെയിൻ സീക്കർ, സമ്പത്തും മറ്റ് ഭൗതികമായ കാര്യങ്ങളും കൊതിക്കുന്ന വ്യക്തി അതാവശ്യം വരുമ്പോൾ ദൈവവുമായി കണക്ട് ചെയ്യുന്നു. 3, നോളജ് സീക്കർ, പരമസത്യം അറിയാൻ താല്പര്യമുള്ള ജിജ്ഞാസു. 4, ജ്ഞാനി. ഞാൻ ജ്ഞാനിയാകുന്നത് എന്നിലേക്ക് തന്നെ തിരിച്ച് അന്വേഷിച്ച് യാത്ര ചെയ്യുമ്പോഴാണ്. When you go into yourself, ഒന്നും കാണാനില്ല. സഗുണ ഉപാസനയല്ല, നിർഗുണ ഉപാസനയാണ്. അന്യഭക്തിയല്ല, അനന്യഭക്തിയാണ്. It's devotion to God, not external to you. ഈ ഞാൻ ആര്, എവിടെ നിന്ന് വന്നു, ഈ 2 അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ മതി. അതാണ് ഹൂ am I and whence am I. That is how you become a wise one. That is how you become a jnani. ഗീതയിൽ പറഞ്ഞതുപോലെ മറ്റാരെക്കുറിച്ചും ചിന്തിക്കാതെ എന്നെ മാത്രം ആരാധിക്കുന്നവർക്ക് അവർക്കില്ലാത്തത് ഞാൻ ഉറപ്പുവരുത്തുന്നു. അവർക്കുള്ളത് ഞാൻ സംരക്ഷിക്കുന്നു.
Who am I? Whence am I? ഒരു മിനിറ്റ് നേരം നിശബ്ദമായി സെൽഫിൽ പൂർണ്ണമായി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സെൽഫിനുള്ള യഥാർത്ഥ സ്നേഹമാണ് ഭക്തി. ഭക്തി ഇസ് ദ മദർ ഓഫ് ജ്ഞാന എന്നാണ് മഹർഷി പറഞ്ഞത്. ജ്ഞാനത്തിൻ്റെ മാതാവാണ് ഭക്തി. Gently open your eyes. Thank you. Thank you.